അപ്പോൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ഇത്തരത്തിലെ ഒരു വീട്ടുകാർക്ക് ഇദ്ദേഹത്തെ അത്ര ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടി, മറ്റൊരു കുട്ടിയെ വീട്ടിലുണ്ട്. ഇദ്ദേഹം പഠനത്തിലൊക്കെ കുറച്ച് പിന്നോക്കമായിരുന്നു. അദ്ദേഹത്തെ കൂട്ടുകാരിൽ നിന്നുമൊക്കെ അകറ്റുമായിരുന്നു. അപ്പം സ്കൂളിലൊക്കെ പോയപ്പോൾ തന്നെ ഇയാളെ കൂട്ടുകാരിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഫ്രണ്ട്ഷിപ്പൊന്നും അധികം സമ്മതിച്ചിരുന്നില്ല. പിന്നെ ഈ പഠിക്കുന്നില്ല എന്നൊക്കെ കാര്യം വന്നു. പിന്നെ ഇദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ പല 2 കോഴ്സുകളൊക്കെ പുറത്ത് പഠിക്കാൻ പോയി തിരിച്ച് അദ്ദേഹത്തിനത് പൂർണ്ണമായി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ലെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഇവരുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ ഈ സഹോദരി വൈദ്യശാസ്ത്ര പഠനം പൂർത്തീകരിച്ചിട്ട് പുറത്തു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അമ്മയും ഇത്തരത്തിൽ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇദ്ദേഹം ഒറ്റപ്പെടും. അപ്പോൾ ഇവരെല്ലാവരുമാണ് എൻ്റെ ഇത്തരത്തിലുള്ള ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ അവരടങ്ങാത്തൊരു പക ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലെ 4ാമത്തെ ആളിൻ്റെ കാര്യം ചോദിച്ചപ്പോഴുള്ള മറുപടി യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്പൈൻ ചില്ലിങ് എന്നൊക്കെ പറയുന്ന ഒട്ടും അങ്ങോട്ട് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 4ാമത്തെ ബന്ധുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് അവർ മുതിർന്ന ഒരു സ്ത്രീയാണ്, കാഴ്ച ഒന്നും അധികമില്ല. അപ്പോൾ ഈ 3 പേരും പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ആര് നോക്കും? അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെയും കൊല്ലാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്.